അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ ഇപ്പം നിയോഗം പറയേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതം, ജോലി, സഞ്ചാരം, യാത്ര, സംരംഭം, ഇടപെടല്, കർത്തവ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട ഭാരങ്ങൾ, കുറേ ഭാരങ്ങൾ ചെയ്തു തീർക്കേണ്ട കുടിശ്ശിക വന്ന കാര്യങ്ങളില്ലേ? വിദ്യാർത്ഥികൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, ഹോംവർക്കുകളുണ്ട്. അങ്ങനെ വന്നു പോയാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അത് കാണുമ്പോൾ ഉറക്കം പറ്റുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ മാതാവിന് കൊടുക്കണം. കണ്ണടച്ച് കൈകൾ കൂപ്പി ഇന്നത്തെ ദിവസം മുഴുവൻ ഇടപാടുകളും ദൈവത്തെ സമർപ്പിക്കുക. കേട്ട് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇന്നത്തെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ, നിങ്ങൾക്കറിയാവുന്ന കൃപാസന അൾത്താരയിൽ കൃപാസന അമ്മ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്നൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു മാനസിക ആഘാതം അവിടുന്ന് തന്നെ എൻ്റെ വേവ് മനസ്സിലാക്കിയിട്ട് നേരെ വന്ന് ആരും പറയാതെ തന്നെ ഈശോട് പറഞ്ഞതാണ്, നിൻ്റെ കുടുംബത്തിൽ അമ്മയുണ്ടെങ്കിൽ നിൻ്റെ കാര്യം നീ പോലും അറിയുന്ന മുമ്പ് തന്നെ അമ്മ അറിയും. അങ്ങനെ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും മാതാവിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലും സന്ധിപ്പിലുമാണെന്നുള്ള സന്തോഷം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡേറ്റാ കാൻഡർ പെരക്കസ്റ്റോഡ് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അമ്മയെ കാനായിൽ എന്നതുപോലെ എല്ലാ മേഖലകളിലും ഇല്ലായ്മ അനുഭവിക്കുന്ന അനേകം മക്കൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോഗ്യമില്ലാത്തവരുണ്ട്, സമാധാനം ഇല്ലാത്തവരുണ്ട്, ജീവിത പങ്കാളെ കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക കടങ്ങളാൽ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സഹായിക്കാൻ ആളില്ലാത്തവരുണ്ട്. അമ്മേ, വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ സഹായിക്കാൻ കുടുംബത്തിൽ ഒരു പകരം ആടില്ല. കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചിട്ടൊരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലെയും ജോലിക്ക് നിൽക്കുന്നവരുണ്ട്. അവരുടെ സങ്കടങ്ങൾ അവർക്ക് എല്ലായിടത്തു നിന്നും ഞെരുക്കങ്ങളാണ്. കുടുംബത്തിൽ നിന്ന് ഞെരുക്കം, സ്വന്തം കുടുംബത്തിൽ നിന്നും വിളിക്കുവരെ അവർ നിൽക്കുന്ന ജോലിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വിളിക്കും. ഇത് തന്നെയാണ് ഓഫീസിലും, ഇത് തന്നെയാണ് മറ്റു പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന. ഒറ്റക്കായി പോയല്ലോ, ആരും സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ
ആരെങ്കിലും ഒരു തണുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ബന്ധമായി പിന്നെ അത് മുതലെടുപ്പായി ഇങ്ങനെ വ്യത്യസ്തങ്ങളെ കുരുക്കുകളിൽപ്പെട്ടവരുണ്ട്. സാമ്പത്തിക കുരുക്ക്, വൈകാരിക കുരുക്ക്, മാനസികമായ ബന്ധങ്ങളുടെ കുരുക്ക്, അടുപ്പങ്ങളുടെ കുരുക്ക്, പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലും അവർ ചതിക്കപ്പെടുന്നതിൻ്റെ കുരുക്കുകൾ, ഇങ്ങനെ അതിൻ്റെ സംഘർഷങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും അനുഭവിക്കുന്ന സങ്കടങ്ങളെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഓരോ തരത്തിൽ എല്ലാ പ്രൊഫഷനിലും അനുഭവിക്കുന്നത് നേഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ ഓഫീസർമാരുണ്ട്, അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സുണ്ട്, അതുപോലെ തന്നെ കഠിനാധ്വാനം കായികാധ്വാനം ചെയ്യുന്നവരുണ്ട്. അവർ എല്ലാവരുടെയും സങ്കടങ്ങളെയും വിഷമതകൾ അവർ ജോലി എടുത്തിട്ട് മുതലാകാത്തവരുണ്ട്. വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഒരു വിലയില്ലാത്ത ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. വൈഫിൻ്റെ മുമ്പിൽ ഭർത്താവിന് മുമ്പിൽ ഭാര്യയൊക്കെ വിലയില്ലാതെ പോകണല്ല എന്നുള്ള വേദന അനുഭവിച്ചിട്ട് ആരോട് പറയാനാണ് വിചാരിച്ചുകൊണ്ട് തൊണ്ട പഴുത്താൽ വിഴുങ്ങാനതിൻ്റെ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് സ്വയമായിട്ട് കടിച്ച് വിഷമിച്ച് വിഴുങ്ങുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരെയും മഹാസങ്കടത്തോട് തന്നെ അവരുടെ വിഷമതകൾ ഏറ്റെടുത്തുകൊണ്ട് അതിസന്തോഷത്തോട് ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവമേ, അമ്മയെ പരിശുദ്ധമേ അവരെ ഏറ്റെടുക്കണമേ, അവരുടെ വിഷമത ഏറ്റെടുക്കണമേ. ഇരുട്ട് മൂടിക്കിടന്ന അവസ്ഥകൾ, കാണാത്ത കര കെട്ടിയിട്ടിരിക്കുന്നവരെ എല്ലാവരും നീ അഴിച്ചു മാറ്റുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും ഈശോ അഴിച്ചു മാറ്റട്ടെ. നിന്നെ സൗഖ്യപ്പെടുത്തുകയും നിന്നെ ഇന്ന് ശക്തിപ്പെടുത്തുകയും നിൻ്റെ വഴികളിൽ എൻ്റെ ദൂതന്മാരെ ഞാൻ അയക്കുമെന്ന് ആരംഭിച്ച കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നിനക്ക് പകരം സംസാരിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിൻ്റെ കൂടെ നിൽക്കുവാനും വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നമ്മുടെ സാന്നിധ്യത്തോടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ഇവിടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം 1 സാമുവേൽ 16:14 സംഭവിച്ചാലേ ഈ ദിവസങ്ങളിൽ എൻ്റെ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത്. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഈ ദുരാത്മാവ് കയറിക്കഴിഞ്ഞാലേ ഇപ്പം നമ്മൾക്ക് ആരെങ്കിലും വൈരാഗ്യം ഉണ്ടായി അപ്പോൾ ദുരാത്മാവും മനസ്സ് ഭാരപ്പെടും. അപ്പം അങ്ങനെ വന്നാൽ ഒരു കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ ദുരാത്മാവ് വരുന്നു എന്ന് മാത്രമല്ല പ്രശ്നം, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പം അതുകൊണ്ട് നീ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് ആയിരിക്കണം അതുകൊണ്ട് ഈ ദാവീദൊക്കെ എന്താ പറയണമെന്നറിയോ? ദാവീദ് ഇപ്പം 52 സങ്കീർത്തനം 51:11 എന്താ പറയണത്? ദാവീദിന് ദുരാത്മാവ് വന്ന് സാവൂളിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നിൽ നിന്ന് എനിക്കിപ്പോൾ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം, പക്ഷേ അങ്ങനെ പരിഭാവന എന്നിൽ നിന്ന് തള്ളിക്കളയരുത്. ഈ 2 വചനങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 1 സാമുവേൽ 16:14 കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അതാ പ്രശ്നം. എന്താ? കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. കണ്ടാ? അപ്പൊ സാവൂളിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാല് പിന്നെ അത് വേക്കൻ്റ് അല്ല സീറ്റ്. പിന്നെന്താണ്? അപ്പൊ ദുരാത്മാവ് വരും. ദാവീദിന് സാമൂലിന് പറഞ്ഞ അവൻ അനുസരണ ഇല്ലാത്തതിൻ്റെ പേരിൽ സാമൂലിനെ പോലും ദൈവത്തിൻ്റെ പ്രവാചകനെ അംഗീകരിക്കാത്തപ്പോൾ അവൻ വരുത്തി വെച്ച വിനയാണ്. അതുകൊണ്ടാണ് കർത്താവ് അയച്ച ദുരാത്മാവ് എന്നൊക്കെ പറയേണ്ട കാര്യം. എന്നുവെച്ചാൽ എന്ത് സംഭവിച്ചാൽ അങ്ങനെ പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നതായിട്ട് മാത്രമല്ല പ്രശ്നം. വെളിച്ചം കെട്ടാൽ ഇരുട്ട് കയറി പിടിക്കും. വെളിച്ചം കെട്ടുപോയാൽ ഇരുട്ട് കയറി പിടിക്കുമെന്നും മൊത്തം ജീവിതം ഇരുട്ടാകുമെന്നും ഈ സാവൂളിൻ്റെ ജീവിതം കണ്ടിട്ട് അനുഭവത്തിൽ നിന്ന് പഠിച്ച ആളാണ് ദാവീദ്. അതുകൊണ്ട് ഈ ബെർശീബ പ്രശ്നത്തിൽ ഇവൻ്റെ പരിശുദ്ധമാവ് വിട്ടുപോകുന്നവനെ അറിയാം. അതുകൊണ്ടാണ് അവൻ പറയണത് ഇതിൻ്റെ പേര് വിട്ടുപോവുകയും പിന്നെ എന്താ പറയുക, ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സാവൂള് രാജാവിന് സംഭവിച്ച എന്താണ്? ദാവീദാണ് സാവൂളിനെ കൊന്നത്. അപ്പം ആ യുദ്ധത്തിലാണ് പരാജയപ്പെടുന്നത്. അപ്പം ദാവീദ് കൊന്നതല്ല, ആ യുദ്ധത്തിലാണ് സാവൂളും മക്കളും മരിക്കണത്. അപ്പം ഇത് ദുരാത്മാവ് വന്നൊരു അവസാനം കൊലപാതകത്തിലേക്കാണ് പോണത്. ഇത് തനിക്ക് സംഭവിക്കുമെന്നുള്ളത് കാര്യം സംഭവിക്കും. നിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരിക്കലും വാള് നീങ്ങത്തില്ലെന്ന് നാഥാൻ പ്രവാചകൻ പറയുകയും ചെയ്തപ്പോഴാണ് പുള്ളി കരഞ്ഞത്. എന്താണ്? അങ്ങനെ സംഭവിച്ചാൽ സാവൂളിനെ പോലെ ഞാനും മലമുകളിൽ കൊല ചെയ്യപ്പെടും. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ദാവീദ് എന്താ പറഞ്ഞത്? നോക്കിയേ, സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ
എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എടുത്തു കളഞ്ഞാൽ ദുരാത്മാവ് ഉടനെ കയറും. സാവൂളിൻ്റെ അതേ അനുഭവം തനിക്കും ഉണ്ടാകും. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഇപ്പം ദൈവികമായ വഴികളെക്കുറിച്ച് അറിയണത് ഇതുപോലെ ഈ ഒരൊറ്റ സങ്കീർത്തനത്തിലാണ് ദാവീദിൻ്റെ ജീവിതം മൊത്തം സംരക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൽ അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ വായിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യണം. കാരണം ജീവിതവും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന മേഖലകൾ, ദൈവം സഹായിക്കുന്ന സന്ദർഭങ്ങൾ, സഹായിക്കുന്ന രീതികളൊക്കെയാണ് ബൈബിൾ പറയണത്. അതുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ എങ്ങാനും ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ നിഷ്പ്രഭമായി പോയി ഡിപ്രൈവ്ഡായി പോയി പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മഹാവേശത്തോടു കൂടി തിരികെ വരാനും ആ കൃപയിൽ നിലനിൽക്കാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഏതെങ്കിലും കാരണവശാൽ, ചിലപ്പോൾ വൈരാഗ്യമാകാം, ചിലപ്പോൾ മത്സരമാകാം, ചിലപ്പോൾ തകർച്ചയാകാം, ചിലപ്പോൾ പരാജയമാകാം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ മനസ്സിടിഞ്ഞു പോവുകയും പ്രാർത്ഥന കുറഞ്ഞു പോവുകയും ചെയ്താൽ ആ സമയത്ത് കർത്താവ് അങ്ങയുടെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണം. അവരെ ദാവീദിനെപ്പോലെ അവരുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയാതെ ആത്മാവിനെ നിറച്ചു നിർത്താനും അത് ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു. ഞാൻ UAE നിന്ന് വരുന്നു. 2022 ഡിസംബർ 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി അറിയുന്നത് ഞാനൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയ ഒരു സമയത്താണ്. നിരന്തരമായി യൂട്യൂബിലൂടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേട്ടതിൻ്റെ ഫലമായി എനിക്കുണ്ടായ ഒരു ബോധ്യമാണ് പരിശുദ്ധ കുർബാന കാണുവാനും കുർബാന സ്വീകരിക്കുവാനും. അങ്ങനെ നിരന്തരമായി ഞാനത് ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഡിപ്രഷൻ എന്നൊരവസ്ഥ പൂർണ്ണമായി മാറ്റി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. തുടർന്ന് 2022 ഡിസംബർ 7-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം, ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം 13 വർഷത്തോളമായി. വീടിൻ്റെ എല്ലാ പണികളും കംപ്ലീറ്റ് കഴിഞ്ഞെങ്കിലും പെയിൻറ്റിങ് വർക്ക് മാത്രം കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ പല പല കാരണങ്ങളാൽ അതിൽ തടസ്സം വരികയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരികയും ഞങ്ങൾക്ക് പണി തീർത്ത് തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ പിന്നെയും ഒരു ചലഞ്ചായിട്ട് വന്നത്, എല്ലാവരും പറഞ്ഞു 2-3 മാസം കൊണ്ടല്ലാതെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നായിരുന്നു. പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള എൻ്റെ അമ്മ കൃത്യം 23 ദിവസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ പെയിൻറ്റിങ് പണി അതിമനോഹരമായി തീർത്തു തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രെയർ ഏരിയ അവിടെ പണിയണമെന്ന്. അതും ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ സാധിച്ചു വന്നു. ഞങ്ങളുടെ വീടിന് മരിയൻ ഗ്രേസ് എന്ന പേരിട്ടു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തൈറോയ്ഡ്, ഷുഗർ, കൊളസ്ട്രോള്, BP തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഉടമ്പടി വെച്ചതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൽ നിന്നും അസുഖങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റി അമ്മ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എൻ്റെ അടുത്ത നിയോഗം, എനിക്ക് ഏകദേശം 12 വർഷത്തോളമായി PCODയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഒത്തിരി മെഡിസിൻസൊക്കെ കഴിച്ചതാണ്. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായും എന്നിൽ നിന്ന് PCOD എന്നൊരു അസുഖം മാറി. അതുകൂടാതെ എൻ്റെ മൂന്നാമത്തെ അവൾക്കിപ്പോൾ 4 വയസ്സാണ്. 3 വർഷമായിട്ട് അവൾക്ക് ഡസ്റ്റിൻ്റെ അലർജിക്ക് ഉണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും യൂട്യൂബിലുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടും എൻ്റെ മകളിൽ നിന്ന് ഡസ്റ്റ് അലർജി പൂർണ്ണമായിട്ടും അമ്മ എടുത്തു മാറ്റി. പിന്നെ ഒരു ദിവസം എൻ്റെ ഈ രണ്ടാമത്തെ മോളുടെ കാലിൽ ഒരു വെളുത്ത പാട് വന്നു. ഞാൻ ആദ്യം അത് കാര്യമാക്കി എടുത്തില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ അത് വളരെ സ്പ്രെഡായി അത് മാറി. ഞാനത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മെഡിസിൻസ് തന്നു, പക്ഷേ അത് മാറിയില്ല. അവസാനം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി രാത്രിയിൽ എന്നും അവളുടെ കാലിൽ പരട്ടി കൊടുക്കുമായിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ അത് പരിപൂർണമായി മാറ്റി അവളെ അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കെ 2023 ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസം മുതൽ ഞാൻ വളരെ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. എന്നെ പാമ്പ് കൊത്തുന്നതായിട്ടും അതുപോലെ ഞാൻ ചെളിയുള്ള വെള്ളത്തിൽ താണു പോകുന്നതായിട്ടൊക്കെ സ്വപ്നങ്ങൾ കണ്ടു. അങ്ങനെ എനിക്ക് ഉറക്കമില്ലാതെയായി, സമാധാനമില്ലാതെയായി. ഞാൻ വചനങ്ങൾ എടുക്കുമ്പോൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എൻ്റെ പ്രാണനെ കാത്തുകൊള്ളണമെന്നുള്ള സങ്കീർത്തന ഭാഗങ്ങളാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പള്ളിയിൽ പോയി കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം അതിലും ഭയാനകമായിരുന്നു. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ റൈറ്റ് സൈഡ് തളർന്നു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി ഞാൻ മണർകാട് പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്.
ഞാൻ എണീറ്റു, കട്ടിലേൽ ഇരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്കെ, റൈറ്റ് സൈഡ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാല് ഫ്ലോറിൽ കുത്താൻ പറ്റുന്നില്ല. എൻ്റെ തല എനിക്ക് ഒട്ടും കുനിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത പെയിൻ. ഞാനങ്ങനെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ഓർത്തോനെ പോയി കണ്ടു. എന്നെ കണ്ട വഴി തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഡിസ്ക് പ്രൊലാപ്സായി കിടക്കുവാണ്, എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ആപത്താണെന്ന് പറഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച സർജറിക്ക് മുന്നോടിയായിട്ട് ഡോക്ടർ MRI ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജന് ഓർത്തോ ഡോക്ടർ ഫയൽ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒക്ടോബർ 27 ഇവിടെ അഖണ്ഡ ജപമാല റാലിയുണ്ട്, നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, ഇത്രയും വയ്യാത്ത നീ എങ്ങനെയാണ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ പോരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയോട് പറഞ്ഞു, സർജറി ഇല്ലാതെ തന്നെ ഈ അസുഖം മാറ്റിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും വന്ന് അമ്മയുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ MRIയുടെ റിപ്പോർട്ട് വന്നു. എൻ്റെ ഡിസ്ക് ബൾജല്ല, പ്രൊലാപ്സ് അല്ല, ബൾജ് മാത്രമേ ഉള്ളൂ, സർജറി വേണ്ട, ഒരു മെഡിസിനിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും അത് പൂർണ്ണമായി മാറ്റാമെന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വാക്ക് നൽകി. അങ്ങനെ വലിയൊരു സർജറിയിൽ നിന്ന് അമ്മ എന്നെ കാത്തുരക്ഷിച്ചു. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വണ്ടി റെൻറ്റിനാണ് എടുക്കാറ്. എല്ലാ പ്രാവശ്യവും ആ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോഴും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളോട് കൂടി മാത്രമേ ഞങ്ങൾ തിരിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞങ്ങളെ ഒരു പോറൽ പോലും ഇല്ലാതെ ആ വണ്ടി ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ UAE-ലും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ UAE-ൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഒരു റെൻറ്റ് വീട് വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിലൊരു കൊച്ചു പ്രെയർ റൂമും ഞങ്ങൾക്കുണ്ട്. ഓക്കെ, എൻ്റെ പേര് വിബി. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ വൈഫിൽ നിന്നാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ അത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരം കിട്ടും എന്ന് പറയണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം, നമുക്ക് രോഗസൗഖ്യമാണല്ലോ പ്രധാനം. അങ്ങനെ ഇവൾ പ്രാർത്ഥിക്കും, ഇവിടെ വന്നു ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. വൈഫ് ഉടമ്പടിയിലായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾ എണീറ്റ് പോകുമ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. അതായിരുന്നു സാധാരണ പതിവ്. കാരണം വൈഫിൻ്റെ ഒരു വിശ്വാസം, ഓക്കെ 5:30 എണീക്കുക, പ്രാർത്ഥിക്കുക, അവളുടേതായ ഒരു വിശ്വാസത്തിൽ അവൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഇരിക്കെ വൈഫ് പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളത്, ഒരു ഫെബ്രുവരി മാസം, ഈ 2024 ഫെബ്രുവരി മാസം മുതലാണ് എനിക്ക് കൂടുതൽ വിശ്വാസം കൃപാസനത്തിൽ വന്നു തുടങ്ങിയതെന്ന് പറയാം. കാരണം ഫെബ്രുവരി മാസം 2024 ഒരു ദിവസം രാവിലെ വൈഫ് എണീക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പഴയ പോലെ എന്തോ കാലിന് തളർച്ച ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട്. ഓൾറെഡി പണ്ടൊരു പ്രശ്നം വന്നതാണ്, മാതാവ് അത് പരിപൂർണമായി മാറ്റി തന്നതാണ്. ഇനി മാതാവിനോട് നമ്മൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആവർത്തിച്ചാലോ എന്നൊരു ഭയം എൻ്റെ ഉണ്ടായി. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ മുതൽ നിൻ്റെ കൂടെ ഞാനും പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞാനും വൈഫിനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിലൂടെ ദൈവം സഹായിച്ച് ഇന്ന് വരെ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ഇതിലൂടെ എനിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് അതിനുശേഷം ഞാൻ വളരെയധികം മെൻ്റൽ ഹെൽത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് പറയാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. കാരണം എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒഴിവു ദിനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും സിനിമകൾ കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ശനിയും ഞായറും ദിവസം എനിക്ക് അവധിയാണ്, പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രധാന ഹോബി കൂടുതലും സിനിമ കണ്ടിരിക്കുക. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ സൈക്കോ ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ മൂവീസ്, അതുപോലുള്ള മൂവീസാണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്യുന്നത്. കാരണം എപ്പോഴും എനിക്ക് അങ്ങനെയുള്ള പടങ്ങൾ കാണാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ അതുപോലുള്ള ഇതുകൾ കണ്ടാൽ പേടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ എന്നോട് വന്ന് ചോദിക്കും, പപ്പയ്ക്ക് അവധി കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രം ഇവിടെ ഉള്ളൂ, ആൾക്കാരെ പേടിപ്പിക്കുന്ന മൂവീസാണോ ഉള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു. എന്നെ ഒരു കഴിഞ്ഞ 3 മാസമായിട്ട് അല്ലെങ്കിൽ 4 മാസമായിട്ട് നിരന്തരമായൊരു പരീക്ഷണത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ഒരു ദിവസം ഇതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാം, കൃപാസനത്തിൽ വന്നം ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹമല്ല എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായ പ്ലാനുകളുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന തവണ വരും, ഇന്ന ദിവസം വരും, ഉടമ്പടി എടുക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്ന് ഇവിടെ വരണം എന്ന് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായ ചില പ്ലാനുകളുണ്ട്, അതിൽ നീ കയറി ഇടപെടണ്ട. ഞാൻ സാധാരണ രീതിയിൽ അവളോട് കുറച്ച് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, ഞാൻ ഉടമ്പടി എടുക്കും, പ്രാർത്ഥിക്കും, പക്ഷേ അതിന് ഞാനൊരു ഡേറ്റ് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വാഭാവികമായി ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ ഉണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത്,
ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ട് അവിടെ നിന്ന് എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായതാണ്. ചെറിയൊരു സിനിമ കണ്ടിട്ടായ ഭയം എന്നിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അതെന്നെ വളരെ മാനസികമായി തളർത്താവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലെത്തി. എന്നോട് എൻ്റെ കൂട്ടുകാർ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. അവരെന്താ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. ജോലി ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ, പേടി, മൊത്തമായി പേടി. അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ രാത്രി വാഹനം ഓടിച്ചാൽ ആദ്യം ചെയ്യുന്ന പണി വൈഫിനെ ഫോൺ ചെയ്യും, സംസാരിച്ചുകൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പേടിയായി. ഏത് രാത്രിയിലും ഒറ്റയ്ക്ക് എവിടെയും വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന എനിക്ക് കുറച്ച് ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ വരെ പേടിയായി തുടങ്ങി എന്നുള്ളതായി. ഒടുവിൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥന തുടങ്ങി. മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈഫ് പ്രാർത്ഥിച്ചിരുന്നതിൽ കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി കണ്ടെത്തി. തുടർച്ചയായി ഇവിടുന്ന് കിട്ടിയ തൈലം നെറ്റിയിലും എല്ലാം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഈ ഒരു പ്രശ്നം എന്നിൽ മാറ്റി തന്നെ. കാരണം എന്ത് കണ്ടാലും ഭയക്കാതെ എനിക്ക് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരെ കണ്ടാൽ പേടി എന്നുള്ളത് എന്നിൽ നിന്ന് വിട്ടുമാറാതെയായി. എന്ത് കണ്ടാലും പേടി. ഒരു ചെറിയ റോട്ടിൽ ഒരു പൂച്ച ചത്തോടെ കണ്ടാൽ എനിക്ക് ഭയമാണ്, അല്ലെങ്കിൽ ഒരു പക്ഷി ചത്തോടെ കണ്ടാൽ എനിക്ക് ഭയമാണ്. പക്ഷേ എൻ്റെ മെൻ്റൽ ഹെൽത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരാളെ എത്ര പീസായി മുറിച്ചിട്ട് കണ്ടാലും ഭയക്കാത്ത എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ കാണുമ്പോൾ പേടിയായി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു, നിരന്തരമായി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായി. എൻ്റെ തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയായി. ഇപ്പം മരണമാണോ എന്താണോ നീ എനിക്ക് വിധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തരിക. കാരണം എനിക്ക് ഈ സ്റ്റേജിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള ലെവലിലെത്തി ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഉറക്കമില്ലാതെയായി, തീരെ ഉറക്കമില്ല. 5 മിനിറ്റ് പോലും എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. കട്ടിൽ കണ്ടാൽ ഉറങ്ങുന്ന ഞാൻ 5 മിനിറ്റ് പോലും തുടർച്ചയായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ഉറക്കം മരുന്ന് കഴിക്കാൻ തുടങ്ങി, എങ്കിലും ഉറക്കം വരുന്നില്ല. ഒടുവിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എന്താണോ നിൻ്റെ പ്ലാൻ അത് ഇന്ന് രാത്രി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി കിടന്നു. അന്ന് ഞാൻ ദൈവം സഹായിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ റൂമിലെ പ്രയർ റൂമിലെ മാതാവിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ നീ എന്നെ കൈവിട്ടിട്ടില്ല, എന്നിൽ നിനക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എനിക്കും മാതാവിലുള്ള ഒരു വിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു. തുടർച്ചയായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് പ്രാർത്ഥനയുടെ ദൈവം സഹായിച്ച് എന്നിലുണ്ടായിരുന്ന ആ ഒരു പേടി പരിപൂർണമായി തന്നെ മാതാവ് എടുത്തു മാറ്റിയെന്ന് വേണം എനിക്ക് പറയാൻ. എങ്ങനെയായിരുന്നോ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നോ ഏകദേശം അതേ രൂപത്തിലേക്ക് മാതാവിനെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മാതാവിനോട് പിണങ്ങിയിട്ടുണ്ടായൊരു അനുഭവമാണ്. ചില സമയത്ത് തെറ്റുകൾ എല്ലാവരും പറ്റുന്ന പോലെ എന്നിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ താമസിക്കുന്നിടത്തൊരു പള്ളിയുണ്ട്, അവിടെ പോകും. ഞങ്ങൾ മിക്ക ശനിയാഴ്ചയും പോകും, പൂമാലയിടും, പ്രാർത്ഥിക്കും മാതാവിൻ്റെ രൂപത്തിൽ. അങ്ങനെ പോകുന്ന ദിവസം ചെറിയ വഴക്കുകളുണ്ടായി. അങ്ങനെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി മാലയിട്ടു, തിരിയിട്ടു, പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ മൂത്ത മോൾക്ക് പെട്ടെന്നൊരു പനി പോലെ കണ്ടു. അപ്പോൾ വൈഫ് എന്നും ചെയ്യുന്ന പരിപാടി വീട്ടിൽ അത്യാവശ്യം മരുന്നുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, മരുന്നത് കൊടുക്കും, കുട്ടികൾ ഓക്കെ ആവും. പക്ഷേ അന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടും മൂത്ത മകളുടെ പനി വിട്ടുമാറുന്നില്ല. ഇത് നടക്കുന്നതും എൻ്റെ ഈ ഭയമുള്ള സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടാൽ പേടിയാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു എന്ത് ചെയ്യണം. വൈഫ് പറഞ്ഞു മരുന്ന് കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഒടുവിൽ വെളുപ്പിന് 3 മണിക്ക് വൈഫ് പറഞ്ഞു ഇനി നിൽക്കാൻ വയ്യ, കുട്ടി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിനകത്ത് ചെന്നു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പനി കൂടുതലാണ്, കുട്ടിക്ക് ഷിവറിങ് ഉണ്ട്, പീഡിയാട്രീഷ്യന്മാരെ കാണണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ചെന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും എനിക്ക് ഭയമില്ല. എന്നിൽ ഭയം അവിടെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ട്രിപ്പ് ഇടണം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു, എമർജൻസി റൂമിൽ പുറത്ത് വെയിറ്റ് ചെയ്തു. എൻ്റെ വൈഫും ബാക്കി 2 മക്കളും പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നു. ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, കൃപാസനത്തിലൊരു സാക്ഷ്യം എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തുറക്കുക കാണുക എന്നുള്ളത് തിരിച്ചും നടക്കാത്ത സംഭവമായതുകൊണ്ട് ഞാൻ അതിനെ ആദ്യം ഇഗ്നോർ ചെയ്തു. പിന്നീടും അവിടെ സ്റ്റാഫ് പറഞ്ഞു ചേട്ടാ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി, മോളുടെ കൂടെ ഇരിക്കണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുറത്ത് പോയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയപ്പോൾ അത് കൃപാസനത്തിൽ വന്ന് ഒരു അമ്മയും അവരുടെ മകളും കൊച്ചുമോളുമായി വന്ന് പറഞ്ഞൊരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യം ഇതായിരുന്നു, അവരുടെ മകളുടെ കുഞ്ഞ്, അതായത് അമ്മയുടെ മകളുടെ കൊച്ചുമോൾ, അവരും പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ കുട്ടിക്ക് എന്തോ ഒരു അസുഖമായി വന്നു, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഇൻഫെക്ഷൻ കൂടുതലാണ്, കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സ്റ്റേജ്. ഒടുവിൽ ആ അമ്മ കുട്ടീനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതായിരുന്നു ഒരു സാക്ഷ്യം. ആ തിരിച്ചു കൊണ്ടൊന്നും മാതാവിൻ്റെ തൈലവും മറ്റും പുരട്ടി കുട്ടി സുഖപ്പെട്ടു എന്നുള്ളതായിരുന്നു സാക്ഷ്യം. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഓക്കെ, എന്തായാലും അവർ പറയുന്ന ഒബ്സർവേഷനാണ് പറയുന്നത്, കുട്ടീനെ ഒബ്സർവേഷനിൽ വിടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം, ഞാൻ കുട്ടീനെ മേളത്തെ ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ്, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുറത്ത് പോയി വൈഫിനോട് കാര്യം സംസാരിച്ച് അല്പം കഴിഞ്ഞു. ഞാൻ മേളിൽ ചെല്ലുമ്പോൾ എൻ്റെ മോളെ മാറ്റിയത് ഒബ്സർവേഷൻ, ഒരു സാധാരണ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കർട്ടൻ ട്രെയിൽ അപ്പുറം ഒരു ബെഡ് ഇടുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കുട്ടീനെ മാറ്റിയത് റൂമിലേക്കായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായി തോന്നി. കാരണം
വൈഫിന് തീരെ വയ്യാത്ത വ്യക്തിയാണ്, കുട്ടിയുടെ കൂടെ ഇരിക്കാം, കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ തോന്നി. പിന്നീട് ഞാൻ വീട്ടിലേക്ക് ബാക്കിയുള്ള 2 മക്കളുമായി പോയി വീട്ടിൽ ചെന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ കോൾ വന്നു, മോൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആണ്. ആ ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പുറത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ദിവസം ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 3000 dirhams പ്ലസ് വേണം. അപ്പോൾ വൈഫിൻ്റെ കോൾ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് കുട്ടൂതി പ്രാർത്ഥിക്കുന്നു, മാതാവേ എന്താണെങ്കിലും നീ കാത്തുകൊള്ളെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് വൈഫിൻ്റെ കോൾ വരുന്നത്, ഇൻഫെക്ഷൻ കൂടുതലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, നീ എനിക്ക് എന്താണോ കാണിച്ചു തന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ കൂടുതലാണെന്നോ മെസ്സേജ് വരുന്നു. കുറച്ച് ചെയ്യുന്നു, വീണ്ടും വൈഫ് വിളിക്കുന്നു, പീഡിയാട്രിഷ്യൻ വന്ന് കണ്ടു, കുട്ടിക്ക് അഡ്മിഷനാണ് പറയുന്നത്, 5 day അഡ്മിഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ എന്താണോ സാക്ഷ്യത്തിൽ കണ്ടത് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞ് വൈഫ് വീണ്ടും വിളിച്ച് പറഞ്ഞു, മക്കളെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യില്ല, അവളെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോരുകയാണ്, ഞാൻ ആ ഡോക്ടർക്ക് എഴുതി കൊടുത്തു, എന്ത് വന്നാലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് എഴുതി കൊടുത്ത് ഞാൻ വിളിച്ചുകൊണ്ട് പോരുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, ഇവിടുന്ന് കൊഞ്ചരിച്ചു കൊണ്ടുവന്ന തൈലവും മറ്റും പുരട്ടി റെഗുലറായി പ്രാർത്ഥിച്ചു. 5 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മകൾ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു. മറ്റൊരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഏറ്റവും ഇളയ കുഞ്ഞിനെ കുറിച്ചുള്ളതാണ്. ഞങ്ങളെല്ലാവരും അവിടെ പുറത്താണ് താമസിക്കുന്നത്. ഏകദേശം 10-12 വർഷമായി അവിടെയാണ് താമസിക്കുന്നത്. 3ാമത്തെ കുട്ടിയുടെ വിസ കഴിഞ്ഞ മാസം, ഈ കൊല്ലം, അതായത് ജൂൺ 15 എക്സ്പയർ ആവുന്നത്. അപ്പോൾ അവിടെ UAE പോലുള്ള രാജ്യത്ത് നിങ്ങൾക്കറിയാം, വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ വേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്. വിത്തൗട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അവരൊരിക്കലും വിസ സ്റ്റാമ്പ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ചെയ്യുന്നത് മെയ്യിലാണ്, കുട്ടിയുടെ വിസ എക്സ്പയർ ആവുന്നത് ജൂണിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സിനുള്ളിൽ കാർഡ് വരും, നമുക്ക് റിന്യൂ ചെയ്യാം. ആ ഒരു പ്ലാനിൽ ഞാനിരുന്നു. പക്ഷേ എൻ്റെ പ്ലാൻ തെറ്റിച്ചുകൊണ്ട് ജൂണിൽ പ്രതീക്ഷിച്ച ഇൻഷുറൻസ് കാർഡ് ജൂണിൽ റെഡിയായില്ല, ജൂലൈ ആയി റെഡിയായില്ല, ഓഗസ്റ്റായി റെഡിയാവുന്നില്ല, ഓഗസ്റ്റ് 2nd വീക്കായി റെഡിയാവുന്നില്ല. പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പുറത്തെ രാജ്യത്ത് നിങ്ങൾക്കറിയാം, സമയത്ത് വിസ റിന്യൂ ചെയ്തതിനാൽ നമുക്ക് ID കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ വിസയുടെ മേൽ ഫൈൻ വരാൻ തുടങ്ങും. എനിക്ക് ആസ് യൂഷ്വലായിട്ട് ഫൈൻ വരാൻ തുടങ്ങി. ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് പരീക്ഷണമാണോ, എന്താണ് നിനക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇതില്ലേ? ഒടുവിൽ സ്വപ്നത്തിൽ മാതാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. മാതാവ് എനിക്ക് 6 എന്നൊരു ഡേറ്റ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ സെപ്റ്റംബർ 8 ഈ ഡേറ്റിനുള്ളിൽ എൻ്റെ പ്രശ്നം എന്താണ് നീ സോൾവ് ചെയ്ത് തന്നെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 6 എന്ന ഡേറ്റ് കണ്ടു. ഞാൻ വൈഫിനോട് പറഞ്ഞു, വഴി ഇങ്ങനെ 6 എന്നുള്ള ഡേറ്റ് ഞാൻ സ്വപ്നം കണ്ടു, മാതാവ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് മാസം ലാസ്റ്റ് ആയപ്പോൾ ഇൻഷുറൻസ് കാർഡ് റെഡിയായി. ഞാൻ കുട്ടിയുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ റിജക്റ്റ് ചെയ്തു. കാരണം എൻ്റെ ചില സാലറിയിലുണ്ടായിരുന്ന അപ്ഡേഷൻ ഇഷ്യൂസ് കാരണം അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ഞാൻ അത് ഡോക്യുമെൻറ്റേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. യൂഷ്വലി പുറത്തെ രാജ്യങ്ങളിൽ ഒരു ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ 2 hours to 2 day ആണ് അവർ പറഞ്ഞത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട സമയം പറയുന്നത്. അങ്ങനെ ആദ്യം കൊടുത്തു, ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു. വീണ്ടും അതിൽ കുറച്ച് എറർ പറ്റി, അപ്ഡേഷൻ നടന്നില്ല. ഓൺ സെപ്റ്റംബർ 6 അഗെയിൻ നമ്മൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. അതൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ UAE വർക്കിംഗ് അവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത പുറകെ തന്നെ ഞാൻ ഈ ഡോക്യുമെൻ്റ് കോപ്പി എടുത്ത് ടൈപ്പ് സെൻറ്ററിൽ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ എത്രയും പെട്ടെന്ന് നോക്കണം, കാരണം ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏകദേശം വൈകിട്ട് 5:50 ആയപ്പോൾ ടൈപ്പ് സെൻറ്ററിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ട് പറഞ്ഞു, ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം 5:50 ഓൾറെഡി ആയി, UAE വർക്കിംഗ് അവേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു, ഇനി മൺഡേയിലേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 6 എന്ന ഡേ എന്നിൽ നിന്നും കഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി. സെപ്റ്റംബർ 7 ഞാൻ ആസ് യൂഷ്വലായിട്ട് പാസ് ചെയ്ത് കളഞ്ഞു. സെപ്റ്റംബർ 8 രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ തോന്നൽ, എന്തുകൊണ്ട് നീ ഒന്ന് ചെക്ക് ചെയ്തുകൂടാ ഓൺലൈൻ എന്ന് തോന്നലുണ്ടായി. ഞാൻ ആസ് യൂഷ്വൽ ചെക്ക് ചെയ്യുന്ന ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്തു. വലിയ കാര്യമായ അപ്ഡേറ്റ് ഒന്നുമില്ല, എന്താണോ പഴയ സ്റ്റാറ്റസ് അത് തന്നെ. അടുത്തൊരു സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു മാതാവ്. അത് പ്രകാരം ചെക്ക് ചെയ്തപ്പോൾ സെപ്റ്റംബർ 6 5:55 എൻ്റെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നു സിസ്റ്റത്തിൽ. പക്ഷേ അത് നോക്കാൻ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ ടൈപ്പ് സെൻറ്ററിൽ നോക്കി 5:50 വരെ അപ്ഡേറ്റ് ആത്ത ഡോക്യുമെൻ്റ് 5:55 അപ്ഡേറ്റ് ആയി. അങ്ങനെ മൺഡേ ഏർലി മോർണിംഗിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. വിസ സ്റ്റാമ്പ് ചെയ്തതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം അതുവരെ ഉണ്ടായിരുന്ന UAE ഒരു നിയമം കൊണ്ടുവന്നു. അതുവരെ UAE ഓവർ സ്റ്റേയിൽ നിൽക്കുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ വിസ പുതുക്കാൻ വൈകിട്ട് ആൾക്കാർക്കും ഫൈൻ വന്നവരെ എല്ലാവരുടെയും ഫൈൻ എഴുതി തള്ളാമെന്നൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ ഞാൻ പെടുകയും എൻ്റെ കുഞ്ഞിൻ്റെ ID മേലുണ്ടായിരുന്ന ഫൈൻ അത് എഴുതി തള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ വലിയൊരു കൃപ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ 22ഓളം അനുഗ്രഹങ്ങളാണ് ഈ 2 വർഷത്തിനുള്ള അമ്മ ഞങ്ങൾക്ക് നൽകിയത്. അമ്മ ഈശോപ്പിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയായ സാക്രോസാന്തും കൊഞ്ചീലിയം എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യുക്കരിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയും പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ക്രൈസ്തവ ജീവിതമില്ല എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ
കൃത്യമായിട്ടുള്ള ദൈവശാസ്ത്രം പഠിക്കേണ്ടതും അതറിയേണ്ടതും അതുവഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം വളർത്തേണ്ടതും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമുക്കറിയാം, സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ കുർബാന നിത്യതയുടെ മുന്നാസ്വാദനമാണ്. അപ്പോൾ ഉടമ്പടി എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, ഉടമ്പടി നിത്യതയോളം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ്. അപ്പോൾ നിത്യതയുടെ മുന്നാസ്വാദനം നമുക്ക് എവിടെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയിലാണ് നമുക്ക് ലഭിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആമുഖ ഗീതിയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കാറുണ്ട്: കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരവും അങ്ങയുടെ ഉയർപ്പ് ഞങ്ങളുടെ നിത്യതയിലേക്കുള്ള പങ്കാളിത്തവുമാണ്. പരിശുദ്ധ കുർബാന വഴി നമ്മൾ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും ആഘോഷിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ തന്നെ പങ്കുചേർക്കുകയാണ്. ഈ സഹോദരി സാക്ഷ്യം ആരംഭിച്ചപ്പോൾ കൃപാസനത്തിലൂടെ, ഉടമ്പടിയിലൂടെ പരിശുദ്ധ കുർബാനയിലേക്ക് ആഴമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുവാനായിട്ടും സഭയുടെ ദിവ്യ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചുവെന്ന് ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് എൻ്റെ ഉടമ്പടി ജീവിതം എന്നെ സഹായിക്കുന്നുണ്ടോ? എൻ്റെ ക്രിസ്തീയ ജീവിതം കൂടുതൽ മനോഹരമായിട്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്തി ജീവിക്കുവാനായിട്ട് എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പറയും ഉടമ്പടി ജീവിതം എന്നെ നിത്യതയോളം എത്തിക്കുമെന്ന്. നിത്യതയോളം എത്തിക്കുന്ന ഉടമ്പടി ജീവിതം അതതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടി അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസൃതമായിട്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതം എന്നെ നിത്യതയോളം എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബം അമ്മയും അപ്പനും അതുപോലെ തന്നെ 3 മക്കളും അടങ്ങുന്ന കുടുംബം 22ഓളം വരുന്ന അനുഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഉടമ്പടി വഴിയായിട്ട് അവർക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ, സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം സഭയോട് ഐക്യപ്പെടുന്ന ജീവിതമായിട്ട്, ക്രിസ്തുവിനോട് കൂടുതൽ ആഴപ്പെടുന്ന ജീവിതമായിട്ട്, ക്രിസ്തുവിൻ്റെ മാതൃകകൾ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതമായിട്ട് മാറുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം നമുക്ക് കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 2 കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.